ഇടുക്കി ഗ്രാമ്പിയിലെ ജനവാസ മേഖല ഇറങ്ങിയ കടുവയെക്കുറിച്ച് സംസാരിച്ചു. കടുവയ്ക്കായി ഒരാഴ്ച മുൻപ് തന്നെ കേജൊക്കെ വെച്ചതാണ്. അതിനുശേഷം അവിടെ ആടിനെയൊക്കെ കെട്ടി കേജിലേക്ക് കടുവ വന്ന് വീഴും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ കടുവ അവശനാണ്. അവിടുത്തെ ചതുപ്പിൽ തന്നെ തുടരുകയാണ് കടുവ ഇപ്പോഴും. അപ്പോൾ കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടത്തുകയാണ് വനം വകുപ്പ്. മയക്കുവെടി വച്ച് പിടികൂടാനുള്ള ദൗത്യം അത് ഇന്നും തുടരും. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ ഇന്ന് വൈകിട്ട് 6 മണിവരെ നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനംവകുപ്പിന്റെ 15-അംഗ സംഘം നിരീക്ഷണം നടത്തുകയുമാണ്. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർമാരായ അനുരാജിന്റെയും അനുമോദിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുവെടി വയ്ക്കാനായി എത്തിയിട്ടുള്ളത്. ഗോകുൽ ചേർന്നുണ്ട് ഇടുക്കി ഗ്രാമ്പിൽ നിന്ന്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കടുവ അവശനാണ്. ഇനി ഇന്നത്തെ ദൗത്യം എങ്ങനെയാണ് ഗോകുൽ? സേതു, ഗുഡ് മോർണിംഗ്. നിലവിൽ ഈ ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ള കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യം അല്പസമയത്തിനകം തന്നെ പുനരാരംഭിക്കുമെന്നാണ് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഈ ഗ്രാമ്പി ഭാഗത്ത് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കടുവയെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനവും കൂടുമൊക്കെ തന്നെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിലവിൽ അല്പസമയത്തിനകം തന്നെ ഈ മേഖലയിൽ ഡ്രോൺ നിരീക്ഷണം നടത്തും. അതായത് ഈ കടുവ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ നിരീക്ഷണമായിരിക്കും ഇനി അടുത്ത നടപടിയായിട്ടുണ്ടാവുക. അതിനുശേഷം കടുവയെ കണ്ടെത്തിയതിന് ശേഷമായിരിക്കും ഏകദേശം 8 മണിയോടുകൂടി എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക 8 മണിയോട് കൂടിയിട്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്ത്, ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗത്തുള്ള ഒരു ചെറിയ കാടിനുള്ളിലാണ് ഇപ്പോഴും കടുവ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡായിട്ടുള്ള ഈ ഭാഗത്ത് ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വൈകുന്നേരം 6 മണി വരെയാണ് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനാവശ്യമായിട്ട് ആളുകൾ പുറത്തിറങ്ങി നടക്കരുതെന്നുള്ള കർശന നിർദ്ദേശം ഈ തദ്ദേശ അധികൃതർ വഴിയൊക്കെ തന്നെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം കാലാവസ്ഥ രാവിലെ തന്നെ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ ദൗത്യം ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് DFO അടക്കമുള്ള അധികൃതർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം ഈ കടുവയ്ക്ക് കാലിനേറ്റ പരിക്ക് വളരെ രൂക്ഷമായിട്ടുള്ളൊരു പരിക്കാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വനംവകുപ്പ് അധികൃതർക്ക്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെച്ച് പിടിച്ചതിന് ശേഷം കൂട്ടിലാക്കി ഇവിടെ നിന്നും തേക്കടിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക. തുടർന്ന് തേക്കടിയിൽ കൂട്ടിൽ വെച്ച് തന്നെ കടുവയ്ക്ക് ചികിത്സ നൽകാൻ നിലവിൽ തീരുമാനമായിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കടുവ അവിടെ തന്നെ തുടരുകയാണ്. ആ മേഖലയിൽ തന്നെ അവശനായിട്ട് തുടരുകയാണ്. ഏകദേശം ആ കൂട് വെച്ച ഭാഗത്തു നിന്നും ഒരു 300 മീറ്റർ മാറിയാണ് കടുവയുള്ളത്. അധിക ദൂരം കടുവ സഞ്ചരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ദൗത്യത്തിന് കൃത്യമായിട്ട് നേതൃത്വം നൽകുന്നത് വെറ്റിനറി ഡോക്ടർമാരായിട്ടുള്ള അനുരാജിൻ്റെയും അനുമോദിൻ്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ്. അവരാണ് മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം എരുമേലി റേഞ്ച് ഓഫീസർ K ഹരിലാലിൻ്റെ നേതൃത്വത്തിലുള്ള 15-അംഗ സംഘവും അവിടെ ആ സ്ഥലത്ത് കൃത്യമായിട്ട് ദിവസങ്ങളായിട്ട് നിരീക്ഷണം നടത്തി വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റ് ഘടകങ്ങളെല്ലാം അനുകൂലമാണ്. അല്പസമയത്തിനകം തന്നെ ദൗത്യം ആരംഭിക്കുമെന്നാണ് അത് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ ഗോകുൽ, വ്യക്തമാണ്. ഇപ്പോൾ ഇടുക്കി ഗ്രാമ്പിയിലെ കടുവയെ കൂട്ടിൽ കയറ്റാനുള്ള ദൗത്യം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഗോകുലാണ് വിവരങ്ങളൊക്കെ നൽകിയത്.